എന്തായാലും അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ലെങ്കിലും പോകുമെന്ന് ഹിമാചൽ മുഖ്യമന്ത്രി. ചടങ്ങിൽ പോകാൻ ആരുടെയും ക്ഷണം വേണ്ടെന്നും സുഖ്വീന്ദർ സുഖു പറഞ്ഞു. ആർ രാധാകൃഷ്ണൻ ചേർന്നു. ആർക്കെ എന്താണ് സുഖു പറയുന്നത്? സുഖു പറയുന്ന കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അദ്ദേഹം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട തനിക്ക് ക്ഷണക്കത്തുകളൊന്നും ലഭിച്ചിരുന്നില്ല എന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വന്നിരുന്നത്. ഇന്ന് ഇതിനോട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ക്ഷണക്കത്ത് കിട്ടിയില്ലെങ്കിലും അവിടേക്ക് പോകാനായി താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അയോധ്യയിലേക്ക് പോകാനായിട്ട് ആരുടെയും ക്ഷണക്കത്ത് ആവശ്യമില്ല. അയോധ്യ എന്നുള്ളത് അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് പോവുക എന്നുള്ളത് ഓരോ ഭക്തന്റെയും അവകാശമാണ്. അത് പ്രകാരം താൻ അവിടേക്ക് പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ ഈ സുഖുവിന്റെ പ്രസ്താവന ഏറെ ശ്രദ്ധേയമാകുന്നത് ഘടകവിരുദ്ധമായിട്ടുള്ള നിലപാട് കേരളത്തിൽ നിന്നുള്ള അതടക്കമുള്ള സംസ്ഥാന സമിതികൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് ശ്രദ്ധേയമാകുന്നത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള സോണിയാഗാന്ധിക്കും ഒപ്പം കോൺഗ്രസ് അധ്യക്ഷനും അടക്കം 3 പേർക്കാണ് കോൺഗ്രസിന്റെ നേതാക്കളായിട്ട് ഇപ്പോൾ വരെ ഈ ക്ഷണക്കത്ത് നൽകിയിട്ടുള്ളത്. മറ്റുള്ളവരെ ക്ഷണിക്കുമോ എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. ഏതായാലും ഇന്നു മുതൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രചരണ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 50 കോടിയോളം വീടുകളിലേക്ക് എത്തുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഈ ഉദ്ഘാടക സമിതി പറയുന്നത്. ആ ഘട്ടത്തിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിനും ക്ഷണം ലഭിച്ചേക്കാം. അതിനു മുൻപ് തന്നെ താൻ ഏതായാലും ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും അവിടേക്ക് പോകും എന്ന് പറയുകയാണ് ഹിമാചൽ മുഖ്യമന്ത്രി.